ഹലോ ഗായ്സ്. ഹായ്. നല്ല ലേറ്റ്. ഞങ്ങള് വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ ബോറടിച്ചപ്പോ നൂഡിൽസ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് വെറുതെ ഇറങ്ങി. തൃക്കാക്കര മറ്റേ എവിടെയാ അതന്നെ പാർക്കിന്റെ അടുത്തൊരു ബംഗാളിന്റെ ഒരു ഷോപ്പുണ്ട്. വെരി അഫോർഡബിൾ. ആ പൈസക്ക് ആ ഒരു ഫുഡ് വെറുത്താം. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിക്കാൻ വെച്ചു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ച് ഫീൽ ചെയ്ത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാം, മൈൻഡ് ഒന്ന് കൂളായാലോ അല്ലേ. ഒറ്റ മൈൻഡിന് ചാടി ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ടും ഉണ്ട്. അതാണ്. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള കഥകളൊന്നും പറയാനില്ല ആക്ച്വലി. അങ്ങനെ മെസ്സേജ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാരാന്നറിയോ? ഇതെന്റെ റൂംമേറ്റ് ഉണ്ണിമായ. പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് കുൽസു. കാണുമ്പോ തന്നെ നിങ്ങക്ക് തോന്നുന്നില്ലേ ഒരു കുൽസുവിന്റെ ഫീല്? അതുകൊണ്ട് ഞാനിട്ട് പേരാ കുൽസു അമ്മായി. നോക്കൂ ഗൈസ്, മൂക്കില് സെറ്റ് ഒക്കെ ഉണ്ട്. ഫ്രിക്ക. അപ്പം ഞങ്ങൾ നടന്നിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താണ് ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുക, ഇങ്ങനെയാണ് ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു വ്ളോഗിൽ സംസാരിക്കാനായിട്ട് പറ്റണം. നമ്മളിങ്ങനെ കുറേ സംസാരിക്കുമ്പോഴും ഒരു ത്രില്ലില്ല ഗൈസ്. ത്രില്ലുള്ളൊരു വ്ളോഗറിനെ പറഞ്ഞിട്ട് അതെ, ഹനാൻഷേന്റെ ഒരു ഹനാൻഷേന്റെ ഒരു ആരാധികയാണ് ഗൈസ്. ഞങ്ങള് ഫുഡ് അടിക്കുമ്പോ കാണാറുണ്ട്. ഇഷ്ടം. അതെ. അവര് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ കണ്ടന്റാ. അതാണ് പിന്നെ രസാ. ഞങ്ങളൊരു വലിയൊരു വ്ളോഗറൊന്നല്ല. എനിക്കൊരു വലിയൊരു വ്ളോഗർ ആവാനും താല്പര്യമില്ല. ഇതെന്റെ ഒരു വെറുതെ ഒരു സുഖത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നു. ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഇടുന്നു. ഇഷ്ടമുള്ളവർക്ക് കാണാം, കാണാതിരിക്കാം, ഫോളോ ചെയ്യാതിരിക്കാം, നോ ഇഷ്യൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ. മാത്രമല്ല നമ്മൾ ഭയങ്കര കൺസേൺഡ് ആണ്. ആ ഒരു കൺസേൺ എപ്പോൾ മാറുന്നു അന്ന് ഞാൻ ഇതിലോട്ട്, അതായത് ഞാൻ ചില സമയത്ത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ പറ്റി കൺസേൺഡ് ആണ്. ശരിക്കും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് എവിടെ എത്താനും പറ്റൂല. അതറിയാമെങ്കിലും ആ ഒരു ഗട്ട്സ് കിട്ടുന്നില്ല. അതാ പ്രശ്നം. അതായത് ഇന്നറിയാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇന്നറിയുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാവും. ഇതൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ എന്താ ഈ സ്പോട്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ട് നമ്മൾ കാണിച്ചു തരാം ഗായ്സ്. 70 രൂപയുടെ കട. ഇതാണ് നമ്മുടെ കട. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട. ആൾക്കാരൊക്കെ നമ്മളെ നോക്കണേ, നമ്മളെ ഭയങ്കര ഇതായി ശീലമില്ല. ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് നാണാവും. എനിക്കാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ മെനൂസ് ആണെന്ന് നമുക്ക് കാണിച്ചുതരാം. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, മോമോസ് ഉണ്ട്, റാപ്പ് ഉണ്ട്. മിക്കത്തിനും 70 രൂപ. അല്ലാതെ ഇപ്പൊ ടീ, കോഫി, ബൂസ്റ്റ്, ലെമൺ ടീ ഒക്കെ ഉണ്ട്. ഇഷ്ടമുള്ളൊക്കെ വാങ്ങാം. അങ്ങനെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം. ഓക്കെ.
അതൊക്കെയാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കഴിയുമ്പോൾ കാണിച്ചു തരാം. ബൈ ബൈ. ബൈ ബൈ ഗായ്സ്. നമ്മുടെ ന്യൂഡിൽസ് കിട്ടി ഗായ്സ്. ഇതാണ് നമ്മുടെ ന്യൂഡിൽസ്. ഞങ്ങൾ ന്യൂഡിൽസ് കഴിക്കാൻ പോവാം ഗായ്സ്. ബൈ. ഹലോ ഗായ്സ്, ഇതിപ്പോ 3ാമത്തെ വട്ടം ഞങ്ങള് മൂഞ്ചണത്. അതായത് ആദ്യം ഫോട്ടോ അതെ ഫ്ലോട്ട് വീഡിയോ എടുത്തിട്ട് ഓളാക്കണം വ്ലോഗ് എടുത്തു. ഇതിപ്പോ 3ാമത്തെ വട്ടം. അതെ എന്ത് ശോകമാണ് അതെ അവസ്ഥ. അതിലൊക്കെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ഇനി അതൊന്നും അല്ലെ അത്രക്കും നല്ല രീതിയിൽ ഇനി ചിലപ്പോ നമുക്ക് പറയാൻ പറ്റൂല. അതാണ് നമ്മളൊരു ഓണാക്കാത്തോണ്ട് സംഭവിച്ചത്. എന്ത് ചെയ്യാനാ. അതെ, അതിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ അതിൽ നമ്മൾ നീ എന്താന്ന് പറഞ്ഞു, നീ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഇവിടെ കടകളെ പറ്റി പറഞ്ഞു. ഇതൊക്കെ മിസ്സായി പോയി ഗൈസ്. നമ്മൾ എന്തിനത് പറഞ്ഞു. പക്ഷെ രസം അല്ലേ? അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ ആരും കാണാൻ വേണ്ടി ഇടണതല്ല. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കതൊന്നൊരു ഇഷ്യൂ അല്ല അല്ലേ? വിഷയമേ അല്ല. എന്നാലും ഞങ്ങൾ വീണ്ടും പറഞ്ഞുതരാം. ഞങ്ങൾ ആരാ ഞാനാണ് ഈ വ്ളോഗിന്റെ ഓണർ, അഞ്ജിത ദേവി. ആ പേര് കണ്ടില്ലേ ഗൈസ്? കത്തൂല നമ്മള്. അഞ്ജിത ദേവി, സൺ ഓഫ് ജീവൻ. വീട് തൃശ്ശൂര്. ഇപ്പൊ ഇവിടെ ഒരു CFM അബ്രഹാം ആൻഡ് ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള CFMൽ വർക്ക് ചെയ്യുന്നു ഗൈസ്. ഞാൻ CM ഇന്റർ ക്വാളിഫൈഡ് ആണ്, BCom കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ CMAയിൽ 15 months ട്രെയിനിങ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ ഞാനിവിടെ വന്നിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഉണ്ണിമായ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുൽസുമായി, കുൽസു ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ആസ് എ പ്രൊജക്ട് മാനേജർ. അതെ, ഇൻഫോ പാർക്ക്. എല്ലാ ആളും ഇൻഫോ പാർക്കിലൊക്കെ ആൾക്കാരൊക്കെ പറയുമ്പോൾ ഓ ഇൻഫോ പാർക്കോ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇൻഫോ പാർക്കിലെ പട്ടിപ്പണിയാണ് കുട്ടിരപ്പണി. രാവില്ല പകലില്ല രാത്രിയില്ല എന്നില്ലാതെ. അതാണ് ഒരു പ്രൊജക്ട് മാനേജറിന്റെ ഏറ്റവും വലിയ ദുരന്തം. സത്യം. അതായത് നമ്മളെന്നും കാണുന്നതാ നമ്മള് പണിയെടുത്തില്ലെന്ന് മാത്രം പറയും. അതാ, അതായത് ക്ലയന്റ് എത്ര മണിക്ക് വിളിക്കണമെന്ന് തന്നെ പറയാൻ പറ്റൂല. എപ്പോഴും ഇവിടെ വിളിക്കാറുണ്ട്. അത് കാണുമ്പോ നമുക്ക് തോന്നും ഓ. അതെ, ഇവിടെ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി എന്താ അങ്ങനെ എന്താ ടെസ്റ്റിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഒരു ട്രെയിനിങ്ങിന്. അതെ, അതിന് പ്ലേസ്ഡ് ആയി. ഇങ്ങനെ ഇരിക്കും. അതില് മാത്രമേ ഉള്ളത്, വേറെ ഇതൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സ്പോട്ട് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കണെന്ന് അറിയോ? ഇത് നമ്മുടെ മറ്റേ ഐ ലവ് തൃക്കാക്കര ഓപ്പൺ ജിം, അവിടെയാണ് നമ്മളിരിക്കണേ. ഇതൊരു ഗുഡ് സ്പോട്ടാണ്. ഫ്രണ്ട്സും കപ്പിൾസും ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും നല്ലൊരു കാമായിട്ട് ചില്ലായിട്ട് വൈബ് അടിക്കാൻ പറ്റി. ലൈക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടത്തെ നമ്മളിപ്പോ കഴിച്ച ഫുഡ് സ്പോട്ടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് വേറെ ഫുഡ് സ്പോട്ട് ഉണ്ട്. മറ്റേ കല്ലുമ്മക്കായ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ അതൊക്കെ വിൽക്കുന്ന സ്ഥലം. ബൺ മസ്ക് ഉണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഇവിടെ കുറെ കടകളുണ്ട്. ഷവർമർ ഉണ്ട്, പിന്നെ ബാറുണ്ട്. ലോട്ട്സ് ഓഫ് ഫുഡ് സ്പോട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ കാക്കനാട്, തൃക്കാക്കര ഉള്ള ആൾക്കാരൊക്കെ ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ ഇടോ ഇല്ലയൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചെടുക്കണമെന്നല്ല. ഇപ്പോൾ 2-3 വീഡിയോസായി പോസ്റ്റ് ചെയ്യണു. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാ, അത്ര തന്നെ. നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിത് നോട്ട് ഫോർ എ ഫേമസ് അല്ലെങ്കിൽ ഇതാവാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ എ ഫൺ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫോർ കീപ്പിംഗ് അവർ മൊമെന്റ്സ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി, കുറേ നേരം ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഇരിക്കാൻ ഒട്ടും വലിയ ഇഷ്ടമല്ല. പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും കണ്ട, നമ്മൾ കൺസേൺഡ് ആണ്. ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുമോ എന്നുള്ള കൺസേണിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് വ്ളോഗർ ആവാൻ പറ്റുമോ എന്നറിയില്ല.
പക്ഷെ സാധിക്കട്ടെ അല്ലേ. അതെ ഇൻഷാ അല്ലാ. ഷീസ് ഫ്രം കോഴിക്കോട്. അതിന്റെ ഒരു ഇതുണ്ട് അല്ലേ. ഇത് മാഷാള്ള മാഷാള്ള മലപ്പുറം കോഴിക്കോട് മലപ്പുറം മെയിൻ ഭാഷകളാണ് അതൊക്കെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.